ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് ഒരുപാട് കാലം കേടാകാതെ സൂക്ഷിക്കാനും പറ്റും. നമുക്ക് ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അയമോദകം ചേർക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ല ചൂടാക്കിയ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നെയ്യ് ഉണ്ടെങ്കിൽ അത് ചൂടാക്കി ഒഴിച്ചാലും മതി, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചൂടുവെള്ളമൊന്നും വേണ്ട, സാധാ വെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതി. വെള്ളം ഒന്നിച്ചൊഴിക്കാതെ കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് സോഫ്റ്റ് ആവുന്ന വരെ മാവ് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ തടവിയ ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതൊന്നുകൂടി കുഴച്ചെടുത്ത ശേഷം ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മളിത് പരത്തുന്ന സ്ഥലത്ത് കുറച്ച് ഓയിൽ പുരട്ടോ അല്ലെങ്കിൽ കുറച്ച് പൊടി വിതറിയിട്ടോ പരത്തിയെടുക്കാം. നമ്മൾ ഓരോ ഉരുളയും എടുത്ത് പരത്തുന്ന സമയത്ത് ബാക്കിയുള്ളത് കവർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗം ഡ്രൈ ആയി പോകും. ഇത് പരത്തി കഴിഞ്ഞാൽ ഒരു ഫോർക്ക് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് മുഴുവനായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊങ്ങി വരുന്ന പോലെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നല്ല കട്ടിയാവാതെ അധികം കനം കുറയാതെ പരത്തിയെടുക്കുക. ഈ സ്നാക്ക് റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിടാതെ കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കായിരിക്കും നല്ലത്. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. 2 സൈഡും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. 2 സൈഡും ഗോൾഡൻ കളറായി വന്നാൽ അല്ലെങ്കിൽ നല്ല ക്രിസ്പായി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ വീറ്റ് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ഉപയോഗിച്ചിട്ടും ഇതേപോലെ ചെയ്യാട്ടോ. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ 1 മാസത്തോളം ഇത് കേടാകാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.